ഈ ഒരു ഫിലിമിലെ അത്യാവശ്യം എല്ലാ കോസ്റ്റ്യൂംസും സ്ട്രൈക്കിംഗ് ആണെങ്കിൽ പോലും ഈ ഒരു ഫിലിം ഫസ്റ്റ് കണ്ടപ്പോൾ മുതലേ എന്റെ ഒരു ആഗ്രഹം ഈ ഒരു ചുരിദാർ സെറ്റ് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇത്ര കാലമായിട്ടും എന്റെ ആ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇനി അതെന്താന്ന് ചോദിച്ചാൽ അതിനൊക്കെ അതിന്റേതായ ഒരു സമയം ഉണ്ട് അല്ലേ ദാസാന്നല്ലേ നമ്മൾ വിജയം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ എല്ലാത്തിനും അതിന്റേതായ ഒരു സമയം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഈ ഒരു ചുരിദാർ സെറ്റ് ഇപ്പോഴായിരിക്കും റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സമയമായത്. പക്ഷെ ഇത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൽ ആ ഒരു പാന്റ് അങ്ങോട്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ലെഗിൻസ് ഇടാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ പാന്റ് നമുക്കൊന്ന് മാറ്റി ചെയ്ത് നോക്കാം. അങ്ങനെ ഓപ്ഷൻ ഞാൻ മാറ്റി ചിന്തിച്ചപ്പോൾ തന്നെ എന്റെ ഐഡിയയിൽ വന്നത് ഇങ്ങനെ ഒരു ഫ്ലെയർഡ് ആയിട്ടുള്ള പാന്റ് ആയിരുന്നു കേട്ടോ. എനിവേ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ടോപ്പിന് ഇങ്ങനെ ഒരു ടൈപ്പ് പാന്റ് പെയർ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ പണി തുടങ്ങി. ഫ്രം ദി സ്ക്രാച്ച് എന്നായതുകൊണ്ട് ഫസ്റ്റ് മെറ്റീരിയൽ കളക്ഷൻ. ഈ മെറ്റീരിയൽ കളക്ഷന് പോകുമ്പോഴേ നമുക്ക് ഈ അക്കോബ മെറ്റീരിയൽ ആണ് ഇതിന്റെ അപ്പർ പാർട്ട് ആയിട്ടുള്ള വൈറ്റ്. ആ വൈറ്റിൽ ആ ചെറിയ ചെറിയ ഡോട്ട്സ് ഉള്ള അക്കോബ മെറ്റീരിയൽ തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളത് നല്ല പണിയുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ഞാൻ എത്ര തരട്ടും എന്റെ ആ ഒരു ഏരിയയിലുള്ള ഷോപ്പുകളിൽ ഈ ഒരു പക്ക അക്കോബ മെറ്റീരിയൽ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ചിട്ട് കൂട്ടത്തിൽ നല്ലൊരു അക്കോബ മെറ്റീരിയൽ ഇതിന് മാച്ച് ആയിട്ട് എടുത്തു. അത് കഴിഞ്ഞ് ബോട്ടം പാർട്ടിനും ആ ഒരു ലൈനിങ്ങിന്റെ പാർട്ടിനൊക്കെ ഞാൻ ക്രൈപ്പ് ആയിരുന്നു കേട്ടോ മെറ്റീരിയൽ എടുത്തുന്ന റെഡ് ക്രൈപ്പ്. അപ്പൊ ഈ രണ്ട് സംഭവങ്ങളായ ഈ ടോപ്പിലുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിന്നെ കട്ടിങ് സ്റ്റിച്ചിങ് അത് പിന്നെ എന്റെ ഏരിയ അല്ലേ. അവിടെ പിന്നെ ഞാൻ പകുതി പാർട്ടി ഒരു റീക്രിയേഷനൊക്കെ യോജിച്ചിട്ടും പകുതി പാർട്ടി എന്റെ ഒരു ബോഡി ടൈപ്പിനൊക്കെ യോജിച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഒരു ചുരിദാർ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ പിന്നെ നിങ്ങൾ വിചാരിക്കണം ഇതെങ്ങനെ പിന്നെ റീക്രിയേഷൻ ആവുന്നില്ലേ. അതുകൊണ്ട് നമുക്ക് ഇതൊരു റീക്രിയേഷനേക്കാളും റീഡിസൈനിങ് ആയിട്ട് കണക്കൂട്ടാം. എനിവേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ റീഡിസൈനിങ് എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് തോന്നിയതാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണേ. പിന്നെ ഈ റീഡിസൈനിങ് ചെയ്ത സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഇത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ.